ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ഈ പാറ്റകളുടെ സമരം. ഇതുവരെ എല്ലാവരും ചുമ്മാ ഡയലോഗ് അടിച്ചതുപോലെ വെറും തള്ളലൊന്നുമല്ല, നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചില വിവരങ്ങൾ പുറത്തു വിടാനുണ്ട്. അതുകൊണ്ട് നഗ്നനേത്രങ്ങൾക്ക് പെട്ടെന്ന് ദൃശ്യമാകാത്ത ഭീകരമായ ഒരു രാഷ്ട്രീയ തിരിമറിയുടെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പൊളിറ്റിക്കൽ ബ്ലൂ പ്രിന്റിന്റെ കളമൊരുക്കലായിരുന്നു രാജ്യതലസ്ഥാനത്ത് നടന്നത്. നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വികാരങ്ങളെയെല്ലാം മുന്നിൽ നിർത്തി വൻകിട ഫണ്ടുകളുടെയും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളുടെയും പിൻബലത്തിൽ ആരാണ് ഈ സമരം രാജ്യത്തുടനീളം വിതറിയത്? തെളിവ് സഹിതം നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇത് 2027 വരാനിരിക്കുന്ന 7 പ്രധാന സംസ്ഥാനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണിയും ആം ആദ്മി പാർട്ടിയും സംയുക്തമായി മെനഞ്ഞെടുത്ത വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ ചതിക്കുഴിയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, സമരക്കാർ ജയിച്ചു എന്ന് വരുത്തി തീർത്ത് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. എന്നാൽ സത്യം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങിയതോടെ CJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റി. അതവർ പുറമെ കാണിക്കില്ല. കാരണം എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ. കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെടില്ല. അത് പിടിവാശിയാക്കി മാറ്റി സമരം 2026-ലും 2027-ലും അടുത്ത 1-2 വർഷത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ സമരക്കാരുടെ കയ്യിലെ പ്രധാന ആയുധം തന്നെ മോദി സർക്കാർ ഒറ്റ നീക്കത്തിൽ ഇല്ലാതാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ മാറി, സമരം നിർത്തിപ്പോകേണ്ട സാഹചര്യം വന്നു. ഇനിയും പുതിയ ആവശ്യവുമായി റോഡിൽ ഇറങ്ങിയ ജനങ്ങൾ ഇവരെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലായതോടെ എപ്പോഴും ഈ കെട്ടുകഥകൾ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ നാണം കെട്ട് പിന്മാറി. സമരം നീട്ടിക്കൊണ്ടുപോയി രാജ്യത്തൊരു ആഭ്യന്തര അശാന്തി ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ യഥാർത്ഥ അജണ്ട. പക്ഷെ ആ പ്ലാൻ അവിടെ പൂർണ്ണമായും തകർന്നു വീണു. ഇനി നമുക്ക് ഈ കളിക്ക് പിന്നിൽ നിന്ന അണിയറ ശില്പികളെ ഓരോരുത്തരെയായി തൊലിയുരിച്ച് കാണിക്കാം. ആരാണ് ഇതിന് പിന്നിൽ? ഇതിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തായിരുന്നു കാര്യം? കെജ്രിവാളിന്റെ പങ്ക് എന്തായിരുന്നു? സമരരംഗത്ത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ച് പ്രഹസനം കാണിച്ച CJPയുടെയും അതിന് നേതൃത്വം നൽകിയ അഭിജിത്തിന്റെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ നാടകത്തിന്റെ എല്ലാ തിരക്കഥയും അതോടെ വ്യക്തമാകും. അഭിജിത്ത് പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് വീണ പ്രവാചകനൊന്നുമല്ല. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയും കാലങ്ങളോളം ഡൽഹിയിൽ അഹോരാത്രം പണിയെടുത്ത കെജ്രിവാളിന്റെ സ്വന്തം വിശ്വസ്തനാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരണം കൈയാളിയിരുന്ന സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയ പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞ വൻ തോക്കുകളാണ് ഇന്ന് CJP. ഈ പുതിയ തൊപ്പിയിട്ട് സമരപ്പന്തലിൽ വന്നിരുന്നു എന്ന് മാത്രം. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അവർ ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം ബാനറിൽ തെരുവിലിറങ്ങിയില്ല? അവിടെയാണ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ കുതന്ത്രം പ്രവർത്തിച്ചത്. അണ്ണാ ഹസാരിയെ പറ്റിച്ചതുപോലെ. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നതും മദ്യനയ അഴിമതിയിൽ പാർട്ടിയുടെ സകല മാന്യതയും അഴിഞ്ഞു വീണതും ഡൽഹിയിലെ ജനങ്ങൾ കണ്ടതാണല്ലോ. കഴിഞ്ഞ ഡൽഹി തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ജനങ്ങൾ ആട്ടി ഓടിച്ചു. BJP അവിടുത്തെ സകല MP സ്ഥാനങ്ങളും പിടിച്ചെടുത്തു. ജനങ്ങൾക്ക് മുന്നിൽ ഇനി ആം ആദ്മി പാർട്ടിയുടെ പേരും പറഞ്ഞു പോയാ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് കെജ്രിവാളിന് നല്ല ബോധ്യമുണ്ട്. ഇവിടുത്തെ ഇമേജ് അല്ല അവിടെ, അതായത് കേരളത്തിലെ പൊട്ട ഇമേജ് അല്ല. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ എന്ന് തുരുമ്പിച്ച ബാനർ മാറ്റിവെച്ച് അഭിജിത്തിനെ അമേരിക്കയിലേക്ക് അയച്ച് അവിടെ ഇരുന്ന സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾ മെനഞ്ഞ് പിന്നീട് ഇന്ത്യയിലേക്ക് ഒരു മാസ് എൻട്രി നടത്തിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന അട്ടിമറി സംഘത്തെ ഇറക്കിയത്. പക്ഷേ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഒടുവിൽ സമരം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നതോടെ ഇവരുടെ പൊളിറ്റിക്കൽ തട്ടിപ്പ് വെളിച്ചത്തായി. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ ഭരണമുള്ള ഏക സ്ഥലം പഞ്ചാബ് മാത്രമാണ്. പഞ്ചാബും കൂടി കൈവിട്ടു പോയാൽ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ഇവരുടെ ചാവേർ പോരാട്ടം തന്നെ ആയിരുന്നു ഇത്. പക്ഷെ അതും പൊളിഞ്ഞു. ഇവിടെയാണ് നമ്മൾ വരാനിരിക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ കലണ്ടർ കൃത്യമായി എടുത്ത് പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സമരത്തെ ഉപയോഗിച്ച് 26-ലും 27-ലും വലിയൊരു തരംഗം ഉണ്ടാക്കാൻ ഇവർ പ്ലാൻ ചെയ്തത് എന്ന്? ഇതിന്റെ ഉത്തരം കിടക്കുന്നത് 2027-ൽ നടക്കാൻ പോകുന്ന 7 പ്രധാന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലാണ്. ഒന്ന് പഞ്ചാബ്. 2027 ഫെബ്രുവരിയിലാണ് പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ്. നിലവിലെ AP ഭഗവന്ത് മാൻ സർക്കാർ പഞ്ചാബിലെ ജനങ്ങൾക്ക് ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. ജനവികാരം പൂർണ്ണമായും AAPക്കെതിരാണ്. അപ്പോൾ പഞ്ചാബിൽ ഭരണം നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാരിനെതിരെ സിഖുകാർക്കിടയിലും യുവാക്കൾക്കിടയിലും കർഷകർക്കിടയിലും വീണ്ടും ഒരു വർഗീയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കണം. ഡൽഹിയിലെ ഈ സമരത്തെ പഞ്ചാബിലേക്ക് പടർത്തി BJP വിരുദ്ധത കത്തിച്ചു നിർത്തുക എന്നതായിരുന്നു AAPയുടെ പ്ലാൻ. നല്ല ബുദ്ധി അല്ലേ? 2 ഉത്തർപ്രദേശ്. 403 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 2027 ആദ്യ പകുതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും. യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ പോരാടാൻ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് ഇതൊരു ഡു ഓർ ഡൈ പോരാട്ടമാണ്. ഈ തവണ കൂടി UPയിൽ തോറ്റാൽ സമാജ്വാദി പാർട്ടിയുടെ ശവമടക്ക് നടക്കും. അതുകൊണ്ട് UPയിലെ യുവാക്കളെ തെരുവിൽ അണിനിരത്താൻ ഡൽഹിയിലെ ഈ അന്തരീക്ഷം ഉപയോഗിക്കാമെന്നാണ് അവർ കരുതിയത്. ഇന്ത്യ ഒട്ടുക്കെ ഇതൊരു തരംഗമായാൽ വളരെ ഗുണമാണല്ലോ. പിന്നെ ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ ഈ 3 സംസ്ഥാനങ്ങൾ
2027 ആദ്യ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. BJPയെ പ്രതിരോധത്തിലാക്കാൻ തുടർച്ചയായി വിദ്വേഷ പ്രക്ഷോഭങ്ങൾ അവിടെ കത്തിച്ച് നിർത്തണം എന്നതായിരുന്നു പദ്ധതി. 4 ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. 2027 നവംബർ ഡിസംബറിലാണ് ഗുജറാത്തിലും ഹിമാചലിലും തെരഞ്ഞെടുപ്പ്. ചുരുക്കി പറഞ്ഞ 2027 എന്ന വർഷത്തിൽ വരാനിരിക്കുന്ന 7 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരെ ഈ സമരം നീട്ടിക്കൊണ്ടുപോയി BJPയെ തോപ്പിച്ച് 2029 നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഇന്ത്യ മുന്നണിയും ആം ആദ്മി പാർട്ടിയും കെട്ടിയുയർത്തിയ കപട നാടകമാണ് ഇപ്പോൾ ഒരൊറ്റ തീരുമാനത്തിലൂടെ തകർന്നടിഞ്ഞത്. ഇനി നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ഇവർ ഈ വലയിൽ വീഴ്ത്താൻ നോക്കിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗിച്ച അതേ ധ്രുവ്രാട്ടി തന്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂട്യൂബിലും ഇൻസ്റ്റയിലും വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ സ്ക്രീൻഷോട്ടുകളും അർദ്ധസത്യങ്ങളും വെച്ച് രാജ്യത്തെ യുവാക്കളുടെ മനസ്സ് കഴുകിയെടുത്ത തന്ത്രം. ഇന്ന് ഇന്ത്യയിലെ ജെൻസി തലമുറ വാർത്തകൾ കാണുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയാണ്. യൂട്യൂബ് ഷോർട്സ് വളരെ കുറവാണ്, ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതൽ. ഇൻസ്റ്റയിൽ BJPയേക്കാൾ സ്വാധീനം വോക്ക് ആക്ടിവിസ്റ്റുകൾക്കും BJP വിരുദ്ധ കപട ക്രിയേറ്റർമാർക്കുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ കേന്ദ്രമന്ത്രിമാരോട് ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആകാനും റീലുകൾ ചെയ്യാനും പരസ്യമായി നിർദ്ദേശിച്ചത്. 10-15 വർഷം മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അഴിമതിയോ തകർച്ചയോ ഇന്നത്തെ ഈ 18 വയസ്സുള്ള ഒരു കുട്ടിക്കും അറിയില്ല. അവർ കാണുന്നത് ഈ വളരുന്ന ഇന്ത്യയെ മാത്രമാണല്ലോ. അപ്പോൾ ഈ വിവരക്കേട് മുതലെടുത്താണ് ധ്രുവ്രാട്ടി മോഡൽ ക്രിയേറ്റർമാരും അഭിജിത്തും എല്ലാം ചേർന്ന് പുതിയ തലമുറയെ ഭരണകൂടത്തിനെതിരെ വിഷം കുത്തിവെച്ച് തിരിക്കാൻ നോക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് കരുക്കൾ നീക്കിയതോടെ ഈ ഡിജിറ്റൽ വിഷപ്രചാരണത്തിന്റെ കാറ്റും പോയി. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്താണെന്നാൽ മാസങ്ങളോളം ആയിരക്കണക്കിന് ആളുകൾക്ക് ഡൽഹിയിൽ കിടന്ന് സമരം ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്ന്. അതിനുള്ള കോടികളുടെ ഫണ്ട് എവിടെ നിന്നായിരുന്നു എന്ന്. ഇഷ്ടംപോലെ റീലുകൾ ഉണ്ടായിരുന്നു. ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടുള്ള ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ കുട്ടികളുടെ നല്ല ഫുഡൊക്കെയാണ് അവർക്ക് കിട്ടിയത്. ഡൽഹിയിലെ ഈ പാർട്ടികളുടെ സമരപ്പന്തലിൽ 5 സ്റ്റാർ ലെവൽ ഫുഡ്, ഹൈ സ്പീഡ് AC ടെന്റുകൾ, അൺലിമിറ്റഡ് വൈഫൈ ഇതൊക്കെ എവിടെ നിന്ന് വൻതോതിൽ ഒഴുകിയെത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ലക്ഷങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് വീഡിയോകൾ ചെയ്യിപ്പിച്ചു. സെലിബ്രിറ്റികളെ പണം നൽകി പന്തലിൽ എത്തിച്ചു. കോടികൾ എറിഞ്ഞ് സ്പോൺസർ ചെയ്ത ഈ ഒരു അൾട്രാ ലക്ഷറി ഈവന്റ് പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ഇവരുടെ ബിരിയാണി പാർട്ടിയും അവസാനിച്ചു. സമരം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ ഒരു ന്യായവും ഇല്ലാതെ വന്നതോടെ സ്പോൺസർമാർ ഫണ്ടിങ് നിർത്തി. ഇതോടെ സമരക്കാരും പെട്ടിയും കിടക്കയും എടുത്ത് സ്ഥലം കാലിയാക്കേണ്ടി വന്നു. സമരം ജയിച്ചു എന്ന് പുറമേക്ക് പറയുമ്പോഴും തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം നടക്കാത്തതിന്റെ നിരാശയിലാണ് ഈ അട്ടിമറി സംഘങ്ങളെല്ലാം തന്നെ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രത്യക്ഷത്തിലൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുതിയ ചില നിർണായക ട്വിസ്റ്റുകളോടെ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കാണുന്ന ഇൻസ്റ്റയിലെ റീൽസുകളാണോ നമ്മുടെ ലോകം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.